എല്ലാവർക്കും ലെറ്റ്സ് പി എസ് സിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്, ബി എസ് സി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്. നല്ല വെയിറ്റേജും ഈ ഒരു സബ്ജക്റ്റിന് എക്സാമിനൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ഹോമോജീനിയസ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ മാസ് പെർ യൂണിറ്റ് വോളിയം ഇൻ ഹോമോജീനിയസ്, അതായത് ആ ഒരു മെറ്റീരിയൽ ഹോമോജീനിയസ് സ്റ്റേറ്റിലുള്ളപ്പോൾ ഉള്ള അതിൻ്റെ യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മാസ് ഡെൻസിറ്റി. രണ്ടുപേരും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അരി കാണാം ഈ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ബൾക്ക് ഡെൻസിറ്റിയും ഒരേ സാധനം തന്നെയാണ്, പക്ഷേ വ്യത്യാസം വരുന്നത് അതിൻ്റെ സ്റ്റേറ്റിലാണ്. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റിലുള്ള മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹോമോജീനിയസ് സ്റ്റേറ്റിലുള്ള. ഇത് രണ്ടും മാറിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെയുള്ള മൂന്നാമത്തെ ഒന്നാണ് പഠിക്കാനുള്ളത് ഡെൻസിറ്റി ഇൻഡെക്സ്. ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ബൾക്ക് ഡെൻസിറ്റിൻ്റെയും മാസ് ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ബൾക്ക് ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി. ഈ ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. അടുത്ത ബിൽഡിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഇൻ സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ടു ദാറ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കുക, അതായത് ഒന്ന് അത് വാട്ടറിൽ സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കംപ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അത് ഡ്രൈ സ്റ്റേറ്റിലുള്ള കംപ്രസീവ് സ്ട്രെങ്ത് കൊടുക്കുക. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് എന്ന് പറയുന്നത്. ഇത് ക്ലേൻ്റെ കേസിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് 0 ആയിരിക്കും. ഗ്ലാസ് പ്യൂർ മെറ്റൽ ആണെങ്കിൽ അത് 1 ആയിരിക്കും. കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.8 ആണെങ്കിൽ ഈ മെറ്റീരിയൽ ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ ആയിരിക്കും. അത് എക്സാമ്പിളിന് ഗ്ലാസ് ആൻഡ് മെറ്റൽ കണ്ടില്ല, അതിന് കോഎഫിഷ്യൻ്റ് ഓഫ് സോഫ്റ്റനിങ് 1 ആണ്. അത് രണ്ടും വാട്ടർ റെസിസ്റ്റൻ്റ് മെറ്റീരിയലാണ്. ഇനി അടുത്തതാണ് കെമിക്കൽ റെസിസ്റ്റൻസ്. ആ പേര് പോലെ തന്നെ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് ദ ആക്ഷൻ ഓഫ് ആസിഡ്, ആൽക്കലി, ഗ്യാസ്, സോൾട്ട് അതുപോലുള്ള കെമിക്കൽസിനൊക്കെ ഉണ്ടാകുന്ന ആക്ഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി. വെതറിംഗ് റെസിസ്റ്റൻസ്, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് അൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ഇറ്റ്സ് സ്ട്രെങ്ത്. ഈ അൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ അത് നോക്കി വെച്ചാൽ, അതായത് മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ എബിലിറ്റി, അതാണ് വെതറിംഗ് റെസിസ്റ്റൻസ്. അടുത്തത് ഡ്യൂറബിലിറ്റി, പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് ആൻഡ് അതർ ഫാക്ടേഴ്സ്. അതായത് കാലാവസ്ഥ കമ്പൈൻഡായിട്ട് വരുന്ന, അതായത് കൂടിച്ചേർന്ന് വരിക, അതായത് ഒന്ന് അറ്റ്മോസ്ഫിയറിക്കും അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരേ സമയം വരുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ ഈ കഴിവ്, അതാണ് ഡ്യൂറബിലിറ്റി. ഹൈഗ്രോസ്കോപ്പിസിറ്റി, ഇതിൻ്റെ മുന്നേ നടന്ന ഒരു എക്സാമിന് വന്ന ചോദ്യമാണ്. അതായത് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് വാട്ടർ ഫ്രം എയർ. അതായത് ഈ എയറിൽ കുറേ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകുമല്ലോ, അതിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ടിമ്പർ, അതായത് നമ്മുടെ മരത്തിന് നല്ല ഹൈഗ്രോസ്കോപ്പിസിറ്റി ഉള്ള ഒരു സാധനമാണ്. ഫയർ റെസിസ്റ്റൻസ്, പേര് പോലെ തന്നെ ആക്ഷൻ, അതായത് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ദ ആക്ഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് ലൂസിങ് ഇറ്റ്സ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി. അതായത് എൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റീനെ ലൂസ് ചെയ്യാണ്ട് ഹൈ ടെമ്പറേച്ചറിനെ തടയാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവ്. ഈ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത് റിഫ്രാക്റ്ററിനെസ്. ഈ റിഫ്രാക്റ്ററിനെസ് എന്ന് പറയുന്നത് മറ്റേ നേരത്തെ കണ്ടില്ല ഹൈ ടെമ്പറേച്ചർ, പക്ഷേ ഇവിടെ വരുന്ന പ്രൊലോങ്ഡ് ആക്ഷൻ ഓഫ് ഹൈ ടെമ്പറേച്ചറാണ്. അതായത് കുറേ സമയം ഇങ്ങനെ നിർത്താണ്ട് ഹൈ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇതായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതായത് അതിൻ്റെ ഷേപ്പും സ്ട്രെങ്ത്തും ഒന്നും ലൂസ് ചെയ്യാണ്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അടുത്തതാണ് സ്പാളിംഗ് റെസിസ്റ്റൻസ്. സ്പാളിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
അതായത് ഷാർപ്പ് ടെമ്പറേച്ചർ, the ability of a material to resist a certain number of cycles of sharp temperature variation without any fail. അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ, അതായത് പെട്ടെന്ന് നല്ല ചൂട് വരിക, പെട്ടെന്ന് തണുക്കുക, അങ്ങനെയുള്ള സൈക്കിൾ, ഇങ്ങനെ ടെമ്പറേച്ചറിലുള്ള ഷാർപ്പ് ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഒരു സൈക്കിൾ ഇങ്ങനെ ആയിക്കൊണ്ട്, അതായത് നടന്നുകൊണ്ട് നിൽക്കുക, മാറി 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 ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക, ഒരു മാറ്റവും ഇല്ലാണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അതാണ് സ്പാർക്കിംഗ് റെസിസ്റ്റൻസ്. അടുത്താണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കിലോ കലോറിയിലാണ്. കിലോ കലോറി, അതായത് ഈ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു 1 ന്യൂട്ടൺ മെറ്റീരിയലിനെ 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യാൻ ആവശ്യമായ ഹീറ്റിൻ്റെ എമൗണ്ടാണ് സ്പെസിഫിക് ഹീറ്റ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്രസ് ഇൻ കിലോ കലോറി ടു ഹീറ്റ് 1 ന്യൂട്ടൺ, അതായത് 1 ന്യൂട്ടൺ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്യണം. അതിനാവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, എത്ര ഹീറ്റാണ് വേണ്ടത്, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് കിലോ കലോറി, അതാണ് സ്പെസിഫിക് ഹീറ്റ്. അതുപോലെ തന്നെയുള്ള ഒന്നാണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇവിടെ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ കിലോ കലോറി അത് തന്നെയാണ്. അതായത് ദാറ്റ് വിൽ ഫ്ലോ ത്രൂ യൂണിറ്റ് ഏരിയ ഓഫ് എ മെറ്റീരിയൽ വിത്ത് യൂണിറ്റ് തിക്നെസ് ഇൻ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ യൂണിറ്റ് ഏരിയയും യൂണിറ്റ് തിക്നെസ്സും ഉള്ളൊരു മെറ്റീരിയലിൽ കൂടി കടന്നു പോകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതാണ് റെസിപ്രോക്കൽ ഓഫ് തെർമൽ കണ്ടക്ട്, അതായത് 1/, തെർമൽ കണ്ടക്ടിവിറ്റിനെയാണ് തെർമൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ തെർമൽ റെസിസ്റ്റിവിറ്റി ഉണ്ടല്ലോ അത് ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുന്നതാണ് തെർമൽ റെസിസ്റ്റൻസ്. ഇനി തെർമൽ കപ്പാസിറ്റി, അത് പേര് പോലെ തന്നെ എബിലിറ്റി ടു അബ്സോർബ് ഹീറ്റ്, അതായത് എത്രത്തോളം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റി. വാട്ടർ അബ്സോർപ്ഷൻ, എബിലിറ്റി ടു അബ്സോർബ് ആൻഡ് റിട്ടേൺ വാട്ടർ, അതായത് വാട്ടറിനെ അബ്സോർബ് ചെയ്യാനും പുറന്തള്ളാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവ്. വാട്ടർ പെർമിയബിലിറ്റി, വാട്ടർ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അലോ വാട്ടർ ടു പാസ് ത്രൂ ഇറ്റ് അണ്ടർ പ്രഷർ, അതായത് ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ വാട്ടർ ഉണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ ആ വാട്ടറിനെ ഈ മെറ്റീരിയലിനുള്ളിൽ കൂടി കടന്നു പോകാൻ പറ്റും. അങ്ങനെ അതായത് അണ്ടർ പ്രഷർ കൊടുക്കുമ്പോൾ വാട്ടർ മെറ്റീരിയലിനുള്ളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് വാട്ടർ പെർമിയബിലിറ്റി. അടുത്തത് ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, എബിലിറ്റി ടു റെസിസ്റ്റ് ദ ആക്ഷൻ ഓഫ് റിപ്പീറ്റഡ് ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ, അതായത് പെട്ടെന്ന് നല്ലോണം തണുക്കുക, പിന്നെ പെട്ടെന്ന് തണുപ്പ് പോവുക, അങ്ങനെയുള്ള ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈമിനെ കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക് യു.